Hi friends, welcome to my YouTube channel H Media. Three Max Beginner to Advanced ട്യൂട്ടോറിയൽസിൻ്റെ 70th ലെസനാണിത്. ഈ ലെസണിലൂടെ വീറെ സെക്ഷൻ ക്ലിപ്പറാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. മോഡലിൽ യാതൊരു ചേഞ്ചും വരുത്താതെ തന്നെ നമുക്ക് ഈ ഒരു വീറെ ക്ലിപ്പർ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് വേണ്ട ഏരിയ മാത്രം ഒരു സെക്ഷനായി കട്ട് ചെയ്തുകൊണ്ട് റെൻഡർ ചെയ്യാൻ ഇതിലൂടെ സാധിക്കുന്നതാണ്. നമുക്ക് ഈ ഒരു വീറെ ക്ലിപ്പർ എങ്ങനെ യൂസ് ചെയ്യാമെന്ന് ഈ ഒരു വീഡിയോയിലൂടെ ചെക്ക് ചെയ്യാം. ആദ്യമായി നമ്മൾ വീറെ ക്ലിപ്പർ യൂസ് ചെയ്തുകൊണ്ട് ഈ ഒരു കാറിനെയാണ് ഒരു സെക്ഷനായി കട്ട് ചെയ്തുകൊണ്ട് റെൻഡർ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആദ്യം ഈ ഒരു കാറ് ഒന്ന് റെൻഡർ ചെയ്തുകൊണ്ട് ചെക്ക് ചെയ്യാം. നമുക്ക് ഈ കാർ ഇവിടെ ഇതുപോലെ കാണാവുന്നതാണ്. നമുക്ക് ഈ ഒരു വീറെ ക്ലിപ്പർ യൂസ് ചെയ്തുകൊണ്ട് ഈ ഒരു കാറിന്റെ ഈ ഒരു സീറ്റിന്റെ ഏരിയ നമുക്ക് സെക്ഷനായി കട്ട് ചെയ്തുകൊണ്ട് റെൻഡർ ചെയ്യാം. നമുക്ക് ഈ ഒരു ക്ലിപ്പർ നമ്മുടെ ഈ ഒരു സീനിലേക്ക് യൂസ് ചെയ്യുന്നതിനായി നമുക്ക് ക്രിയേറ്റിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ ഒരു ജോമെട്രിയിൽ നിന്ന് വീറെ എന്ന ഈ ഒരു സെക്ഷൻ സെലക്ട് ചെയ്യാം. ഇതിൽ നമുക്ക് ഇവിടെ വീറെ ക്ലിപ്പർ എന്ന ഈ ഒരു ഓപ്ഷൻ ഇവിടെ കാണാവുന്നതാണ്. ഈ ഒരു വീറെ ക്ലിപ്പറാണ് നമ്മൾ ഒരു ഒബ്ജക്റ്റിനെയോ ഒരു ഏരിയയോ നമുക്ക് കട്ട് ചെയ്തുകൊണ്ട് റെൻഡർ ചെയ്യാനായി യൂസ് ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു വീറെ ക്ലിപ്പർ നമ്മുടെ വ്യൂ പോർട്ടിലേക്ക് പ്ലേസ് ചെയ്യാം. ഇതുപോലെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വീറെ ക്ലിപ്പറിന്റെ ഈ ഒരു ആരോ ഇവിടെ കാണാവുന്നതാണ്. ഈ ഒരു ആരോ ഏത് ഡയറക്ഷനിലാണോ പ്ലേസ് ആയിരിക്കുന്നത് ആ ഡയറക്ഷനിലേക്കുള്ള ഭാഗം നമുക്ക് കട്ടായി പോകുന്നതാണ്. നമുക്ക് ഈ ഒരു വീറെ ക്ലിപ്പർ സെലക്ട് ചെയ്തുകൊണ്ട് ഒബ്ജക്റ്റിന്റെയും ഏതൊരു ഏരിയയിലേക്കും എങ്ങനെ വേണമെങ്കിലും നമുക്കിതിനെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് പ്ലേസ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ ഒരു കാറിന്റെ ഫ്രണ്ട് ഏരിയ കട്ട് ചെയ്തുകൊണ്ട് ഈ ഒരു സീറ്റിന്റെ ഭാഗമാണ് നമുക്ക് റെൻഡർ ചെയ്തുകൊണ്ട് ചെക്ക് ചെയ്യേണ്ടത്. അതിനായി നമുക്ക് ഈ ഒരു സെക്ഷൻ ക്ലിപ്പർ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ആംഗിൾ സ്നാപ്പ് യൂസ് ചെയ്തുകൊണ്ട് ഇത് 90 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യാം. നമ്മൾ ഈ ഒരു കാറിന്റെ സൈഡിൽ ഇതുപോലെയാണ് ഈ ഒരു വീറെ ക്ലിപ്പർ പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു കാർ ഒന്ന് റെൻഡർ ചെയ്തുകൊണ്ട് ചെക്ക് ചെയ്യാം. നമുക്ക് ഈ ഒരു വീറെ ക്ലിപ്പറിന്റെ ഈ ഒരു ആരോയുടെ ഡയറക്ഷനിൽ ഈ ഒരു കാർ കട്ടായതായി നമുക്കിവിടെ കാണാവുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു വീറെ ക്ലിപ്പറിനെ സെലക്ട് ചെയ്തുകൊണ്ട് ഈ ഒരു സീറ്റിന്റെ ഏരിയയിലേക്ക് പ്ലേസ് ചെയ്യാം. ഞാൻ ഇതുപോലെ ഈ ഒരു കാറിന്റെ ഈ ഒരു ഏരിയയിൽ ഈ ഒരു വീറെ ക്ലിപ്പർ യൂസ് ചെയ്യുന്നുണ്ട് ഇതുപോലെ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഈ ഒരു വീറെ ക്ലിപ്പർ പ്ലേസ് ചെയ്തതിനനുസരിച്ച് നമുക്ക് ഈ ഒരു കാറിന്റെ ഭാഗം ഇതുപോലെ സെക്ഷനായി കട്ടായിരിക്കുകയാണ്. ഇതുപോലെ ഏതൊരു ഒബ്ജക്റ്റിനെയും നമുക്ക് ഏത് ആംഗിളിലേക്കും കട്ട് ചെയ്തുകൊണ്ട് യൂസ് ചെയ്യുവാൻ ഈ ഒരു വീറെ ക്ലിപ്പർ യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ ഒരു വീറെ ക്ലിപ്പറിനെ സെലക്ട് ചെയ്തുകൊണ്ട് ഒരു ആംഗിളിൽ പ്ലേസ് ചെയ്യാം. ഞാൻ ഇതിനെ ഇതുപോലെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് ഒരു ആംഗിളിൽ പ്ലേസ് ചെയ്യുകയാണ്. ഈ ഒരു വീറെ ക്ലിപ്പർ പ്ലേസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഇതുപോലെ ഈ ഒരു കാർ കട്ടായിരിക്കുകയാണെന്ന് നമുക്കിവിടെ കാണാവുന്നതാണ്. നമുക്ക് ഈ ഒരു വീറെ ക്ലിപ്പർ സെലക്ട് ചെയ്തുകൊണ്ട് മോഡിഫൈ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് എനേബിൾ എന്ന ഈ ഒരു ഓപ്ഷൻ ഇവിടെ കാണാവുന്നതാണ്. ഈ ഒരു വീറെ ക്ലിപ്പർ പ്ലേസ് ചെയ്തതിനു ശേഷവും ഒരു ഏരിയയോ ഒരു ഒബ്ജക്റ്റോ കംപ്ലീറ്റ് ആയി റെൻഡർ ചെയ്യണമെങ്കിൽ ഇതിന്റെ പാരാമീറ്ററിൽ എനേബിൾ എന്ന ഈ ഒരു ടിക്ക് ഓഫ് ചെയ്തുകൊണ്ട് ഈ ഒരു എഫക്റ്റ് ഇതിൽ നിന്ന് ഓഫ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നതാണ്. ഇത് ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ റെൻഡർ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ നമുക്കൊരു ഏരിയ ഈ ഒരു സെക്ഷൻ ക്ലിപ്പർ യൂസ് ചെയ്തുകൊണ്ടും ഇതിനെ ഓഫ് ചെയ്തുകൊണ്ടും നമുക്ക് റെൻഡർ ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മൾ ഈ ഒരു വീറെ ക്ലിപ്പർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ബൈ ഡിഫോൾട്ട് ആയി കിട്ടുന്ന ഈ ഒരു കളറിനെ അനുസരിച്ചാണ് നമുക്കിവിടെ ഈ ഒരു ഭാഗം ഇതിൽ കാണുന്നത്. ഈ ഒരു ഡിഫോൾട്ട് കളർ ചേഞ്ച് ചെയ്തുകൊണ്ട് നമ്മൾ ആ ഒരു ഒബ്ജക്റ്റിന്റെ മെറ്റീരിയലോ ആ ഒരു സീനിന്റെ മെറ്റീരിയലോ അത് തന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതിനായി നമുക്ക് യൂസ് ഒബ്ജക്റ്റ് മെറ്റീരിയൽ എന്ന ഈ ഒരു ടിക്ക് നമുക്ക് ഇവിടെ നിന്ന് ഓൺ ചെയ്യാവുന്നതാണ്. ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഒബ്ജക്റ്റിന്റെ മെറ്റീരിയലാണ് നമുക്കിവിടെ റെൻഡർ ചെയ്യുമ്പോൾ ഇതിൽ കാണുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു വീറെ ക്ലിപ്പർ യൂസ് ചെയ്തുകൊണ്ട് കട്ട് ചെയ്യുന്ന ഏരിയ നമുക്ക് വേണ്ട ഒരു ഡിഫറെന്റ് മെറ്റീരിയൽ അസൈൻ ചെയ്യാവുന്നതാണ്. യൂസ് ഒബ്ജക്റ്റ് മെറ്റീരിയൽ എന്ന ഈ ഒരു ടിക്ക് ഓഫ് ചെയ്തുകൊണ്ട് നമുക്ക് വേണ്ട ഏതൊരു മെറ്റീരിയലും ഈ ഒരു വീറെ ക്ലിപ്പർ സെലക്ട് ചെയ്തുകൊണ്ട് അതിലേക്ക് അസൈൻ ചെയ്യാവുന്നതാണ്. നമുക്കൊരു വേറൊരു മെറ്റീരിയൽ ഈ ഒരു വീറെ ക്ലിപ്പർ സെലക്ട് ചെയ്തുകൊണ്ട് അസൈൻ ചെയ്തുകൊണ്ട് ചെക്ക് ചെയ്യാം. ഞാനൊരു ബ്ലാക്ക് മെറ്റീരിയലാണ് ഈ ഒരു വീറെ ക്ലിപ്പറിൽ അസൈൻ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു മെറ്റീരിയൽ ഇതിൽ അസൈൻ ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് റെൻഡർ ചെയ്തുകൊണ്ട് ചെക്ക് ചെയ്യാം. ഈ ഒരു ഏരിയ ഇതുപോലെ ബ്ലാക്ക് ആയി മാറിയിരിക്കുകയാണ്.
ഇതുപോലെ നമുക്ക് ഏതൊരു മെറ്റീരിയലും നമുക്ക് ഈ ഒരു ഏരിയയിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒരു ബ്രോൺസ് മെറ്റീരിയൽ ഈ ഒരു വീറേ ക്ലിപ്പറിലേക്ക് അസൈൻ ചെയ്യുകയാണ്. അസൈൻ ചെയ്ത ഉടനെ തന്നെ നമുക്കിവിടെ ഈ ഒരു ചേഞ്ച് ഇതുപോലെ കാണാൻ സാധിക്കുന്നതാണ്. അടുത്ത ഈ ഒരു വീറേ ക്ലിപ്പറിനെ നമുക്കൊരു ഒബ്ജക്റ്റിന്റെ ഷേപ്പിലും ഈ ഒരു വീറേ ക്ലിപ്പർ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്കൊരു സിലിണ്ടർ ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ഇതുപോലെ ഈ ഒരു സിലിണ്ടറിനെ ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. ഇനി ഈ ഒരു ഭാഗത്തെ ഈ ഒരു കാറിൽ നിന്ന് ഇതുപോലൊരു ഭാഗമാണ് ഞാൻ കട്ട് ചെയ്യാൻ പോകുന്നത്. അതിനായി നമുക്ക് ഈ ഒരു വീറേ ക്ലിപ്പർ സെലക്ട് ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു മോഡിഫൈയിൽ വന്ന് മെഷ് മോഡ് എന്ന ഈ ഒരു ടിക്ക് ഇവിടെ നിന്ന് ഓൺ ചെയ്യാം. നമ്മൾ ഈ ഒരു മെഷ് മോഡ് എന്ന ഈ ഒരു ടിക്ക് ഇവിടെ നിന്ന് ഓൺ ചെയ്യുമ്പോൾ പിക് മെഷ് എന്ന ഈ ഒരു ഓപ്ഷൻ ഇവിടെ എനേബിൾ ആവുന്നതാണ്. നമുക്ക് ഈ ഒരു പിക് മെഷ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അതിനുശേഷം നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഏതൊരു ഷേപ്പോ ഏതൊരു ഒബ്ജക്റ്റിനെയോ നമുക്ക് ഇതുപോലെ സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതുപോലെ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഏരിയ ഇതുപോലെ കട്ടായി നമുക്കിതുപോലെ ലഭിക്കുന്നതാണ്. നമ്മൾ ഈ ഒരു സിലിണ്ടർ ഇതിൽ നിന്ന് സെലക്ട് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു സിലിണ്ടറാണ് വീറേ ക്ലിപ്പറായി യൂസ് ആവുന്നത്. ഇനി ഈ ഒരു സിലിണ്ടറിനെ ഞാൻ മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഈ ഒരു വീറേ ക്ലിപ്പർ ഇതിൽ യൂസ് ആവുക. ഇതുപോലെ നമ്മളുടെ ഒരു സീനിൽ ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റിനെ നമുക്കൊരു ചേഞ്ച് വരുത്തണമെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റിനെ ഇതുപോലെ കട്ട് ചെയ്യണമെങ്കിൽ വീറേ ക്ലിപ്പർ മെഷ് മോഡിലൂടെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്തായി ഞാനൊരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ആ ഒരു ഷേപ്പിലാണ് എനിക്ക് ഈ ഒരു കാറിനെ കട്ട് ചെയ്യേണ്ടത്. ഞാൻ ഇതുപോലെ ഒരു ഷേപ്പ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു ഷേപ്പിനെ എക്സ്ട്രൂഡ് ചെയ്യാം. ഇതിന് വേണ്ട ഹൈറ്റ് നമുക്ക് ഇവിടെ നിന്ന് സെറ്റ് ചെയ്യാം. ഇനി ഈ ഒരു കാറിനെ ഞാൻ ഇതുപോലെയാണ് കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഈ ഒരു വീറേ ക്ലിപ്പറിൽ മെഷ് മോഡ് സെലക്ട് ചെയ്തുകൊണ്ട് ഈ ഒരു സിലിണ്ടറിനെ റീപ്ലേസ് ചെയ്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു ഷേപ്പിനെ സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു ഷേപ്പാണ് നമ്മുടെ ഈ ഒരു വീറേ ക്ലിപ്പറായി മാറിയിരിക്കുന്നത്. ഇനി നമുക്ക് റെൻഡർ ചെയ്തുകൊണ്ട് ചെക്ക് ചെയ്യാം. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു ഷേപ്പിലൂടെ തന്നെ നമ്മൾ ഈ ഒരു കാറിനെ ഒരു സെക്ഷനായി കട്ട് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഈ ഒരു വീറേ ക്ലിപ്പറിന്റെ ഓപ്പറേഷൻ എന്ന ഈ ഒരു ഓപ്ഷനിൽ സബ്ട്രാക്ഷൻ എന്ന ഈ ഒരു ഓപ്ഷനാണ് ഡിഫോൾട്ടായി സെലക്ട് ആയിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ വരച്ച ഈ ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് ഇതുപോലെ കട്ടായി ലഭിക്കുന്നത്. നമുക്ക് ഈ ഒരു സബ്ട്രാക്ഷൻ എന്ന ഓപ്ഷൻ ചേഞ്ച് ചെയ്തുകൊണ്ട് ഇന്റർസെക്ഷൻ എന്ന ഒരു ഓപ്ഷനും നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. നമ്മൾ സെലക്ട് ചെയ്ത ഒരു ഏരിയ മാത്രമാണ് നമുക്ക് ആവശ്യം. സെലക്ട് ചെയ്യാത്ത ഏരിയയാണ് നമുക്ക് ഇതുപോലെ കട്ടായി പോകേണ്ടതെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് സബ്ട്രാക്ഷൻ ചേഞ്ച് ചെയ്തുകൊണ്ട് ഇന്റർസെക്ഷൻ എന്ന ഈ ഒരു ഓപ്ഷൻ ഇതിൽ സെലക്ട് ചെയ്യാവുന്നതാണ്. നമ്മളിവിടെ ഈ ഒരു ഇന്റർസെക്ഷൻ എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തിരിക്കുകയാണ്. ആ ഒരു ഭാഗം മാത്രമാണ് നമുക്ക് ഈ ഒരു കാറിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. നമുക്ക് ഈ ഒരു ഷേപ്പിനെ ഇതുപോലെ മൂവ് ചെയ്തുകൊണ്ട് ഈ ഒരു ഏരിയ ഇൻക്രീസ് ചെയ്യാനും ഈ ഒരു കാറിന്റെ ഒരു സെക്ഷൻ നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഒരു ഏരിയയിലെ വാൾസിനെയൊക്കെ കട്ട് ചെയ്തുകൊണ്ട് റെൻഡർ ചെയ്യാനും ഈ ഒരു വീറേ ക്ലിപ്പർ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ ഒരു ആപ്പിൾ ഇവിടെ കാണാവുന്നതാണ്. നമുക്ക് ഈ ഒരു വീറേ ക്ലിപ്പറിന്റെ മെഷ് ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു ആപ്പിളിന്റെ ഒരു ഭാഗം ഒരു സ്ഫിയർ യൂസ് ചെയ്തുകൊണ്ട് കട്ട് ചെയ്യാം. നമുക്ക് ഈ ഒരു ആപ്പിളിനെ ഇതുപോലെ റെൻഡർ ചെയ്തുകൊണ്ട് ചെക്ക് ചെയ്യാം. ഇനി നമുക്ക് ഇവിടെ നിന്ന് വീറേ ക്ലിപ്പർ ഇതിലേക്ക് പ്ലേസ് ചെയ്യാം. നമുക്കിതുപോലെ വേണ്ട രീതിയിൽ ഒരു സ്ഫിയർ സെലക്ട് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഈ ഒരു വീറേ ക്ലിപ്പർ സെലക്ട് ചെയ്തുകൊണ്ട് മെഷ് മോഡ് എന്ന ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണ്. ഇനി നമുക്ക് പിക് മെഷ് എന്ന ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു സ്ഫിയറിനെ സെലക്ട് ചെയ്യാം. നമ്മൾ ആ ഒരു വീറേ ക്ലിപ്പർ ഈ ഒരു സ്ഫിയറായി ഇവിടെ ചേഞ്ച് ആയിരിക്കുകയാണ്. ഇനി നമുക്കിത് റെൻഡർ ചെയ്തുകൊണ്ട് ചെക്ക് ചെയ്യാം. നമുക്ക് ഇതുപോലെ ഈ ഒരു ആപ്പിൾ ഇവിടെ കട്ടായി കാണാവുന്നതാണ്. ഈ ഒരു ഭാഗത്തെ കളർ ചേഞ്ച് ചെയ്യുന്നതിനായി നമുക്കൊരു മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്യാം. ഞാനൊരു SS2 മെറ്റീരിയലാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കിതിലൊരു ക്രീം കളർ സെലക്ട് ചെയ്തുകൊണ്ട് ഈ ഒരു സ്ഫിയറിലേക്ക് അസൈൻ ചെയ്യാം. നമുക്ക് ഈ ഒരു ആപ്പിൾ ഇതിൽ ഇതുപോലെ കട്ടായതായി കാണാവുന്നതാണ്. ഞാൻ ഈ ഒരു സ്ഫിയറിനെ സ്കെയിൽ ചെയ്യുന്നതിനനുസരിച്ച് നമുക്കിതിൻ്റെ സൈസും ഇവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതുപോലെ വീറേ ക്ലിപ്പറിനെ ഒരു ഒബ്ജക്റ്റിലേക്ക് മാത്രമായും നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്തായി ഇതുപോലെ ഞാനൊരു ലെറ്റർ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമുക്കിതിന് ആവശ്യമുള്ള സൈസ് ഇതുപോലെ ഇവിടെ നിന്ന് സെറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു ലെറ്ററിനെ ഈ ഒരു ആപ്പിളിൽ നിന്ന് കട്ട് ചെയ്യുന്നതിനായി നമുക്കൊരു വീറേ ക്ലിപ്പർ ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് ഈ ഒരു മെഷ് മോഡ് ആക്ടിവേറ്റ് ചെയ്ത ശേഷം പിക് മെഷ് എന്ന ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് ലെറ്ററിനെയാണ് ഇതുപോലെ സെലക്ട് ചെയ്യുന്നത്.
നമുക്ക് ഈ ഒരു ലെറ്റർ ഇതുപോലെ വേറെ ക്ലിപ്പറായി ചേഞ്ച് ആയിരിക്കുകയാണ്. ഇനി ഈ ഒരു ആപ്പിളിലേക്ക് ഞാൻ ഈ ഒരു ലെറ്ററിനെ ഇതുപോലെ മൂവ് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഈ ഒരു ചേഞ്ച് ഇവിടെ കാണാവുന്നതാണ്. നമുക്കിതിനെ സെലക്ട് ചെയ്തുകൊണ്ട് ഈ ഒരു മെറ്റീരിയൽ അസൈൻ ചെയ്യാം. ഇതുപോലെ ഒരു സീനിലേക്കോ ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റിലേക്കോ ഏതൊരു ഷേപ്പിലും വീറെ ക്ലിപ്പർ യൂസ് ചെയ്തുകൊണ്ട് ഒരു സെക്ഷനായി കട്ട് ചെയ്തുകൊണ്ട് റെൻഡർ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഇത്രയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താനായി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. താങ്ക് യു.